പോലും രക്ഷയില്ലാത്ത ക്രിമിനലുകളാണ് ആ കോളേജ് ഭരിക്കുന്നത്. ആ കോളേജിന്റെ അതോറിറ്റീസ്, പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ഇത്തരം ക്രിമിനലുകളെ ഭയന്നാണ് അധ്യാപകരടക്കം അവിടെ പഠിപ്പിക്കുന്നത്. നടപടിയെടുക്കാൻ പോലും അവർക്ക് പേടിയാണ്. പോലീസ് ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ് ഈ ക്രിമിനലുകൾക്ക്. അവര് ഒളിവിലാണ് എന്ന് പറയുകയും അവരെല്ലാ ദിവസവും കോളേജിൽ വന്ന് പരാതി കൊടുത്തവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ദയനീയമായ സ്ഥിതിയാണുള്ളത്. വളരെ പരിണതപ്രജ്ഞരായ ആളുകൾ ഇരുന്ന ശിശുക്ഷേമ സമിതിയിൽ ഇന്ന് അവിടെയും ക്രിമിനലുകളുടെ താവളമാണ്. പാർട്ടിക്കാരുടെ ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും ജോലി കൊടുത്ത് കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന ഏറ്റവും ഒരു വൃത്തികെട്ട സ്ഥലമായി ശിശുക്ഷേമ സമിതി മാറിയിരിക്കുകയാണ്. അവിടെ കൊച്ചുങ്ങളെ കടത്തിയതിന്റെ പേരിൽ വിവാദം നേരിടുന്ന അതേ ആളുകൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അവിടെ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും അങ്ങോട്ട് മാറ്റിയെന്ന ആരോപണമുള്ളവർ, കൊച്ചിനെ കടത്തി എന്ന് പറയുന്ന ആരോപണ വിധേയരായ ആളുകൾ, അവരെല്ലാവരും ചേർന്ന് ക്രിമിനലുകളുടെ താവളമാണ്. എങ്ങനെയാണ് ഒരു CPM നേതാവ്, ഒരു ക്രിമിനൽ കൊലക്കേസിലെ പ്രതി അവിടെ ഇരിക്കുന്നത്? 3 പ്രാവശ്യം പരാതി വന്നതിനെ കുറിച്ച് മാറ്റിയ ഒരായ വീണ്ടും എങ്ങനെയാണ് അവിടെ തിരിച്ചെത്തിയത്? ആരുടെ സ്വാധീനമാണ്? അപ്പൊ പാർട്ടിക്കകത്ത് സ്വാധീനമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോട് പോലും, 2.5 വയസ്സുള്ള കുഞ്ഞിനോട് പോലും ക്രൂരത കാണിക്കാമെന്നുള്ള സ്ഥിതിയിൽ കേരളത്തിന് മുഴുവൻ അപമാനകരമായ സംഭവമാണ് ഈ 2 സംഭവങ്ങൾ. ഇത് മുഴുവൻ ഈ ജീർണത ബാധിച്ച പാർട്ടി ഏത് ക്രിമിനലിനും കുടപിടിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടിയായി, അധപ്പതിച്ച പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ 2 സംഭവങ്ങളിലും അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുകയും പോലീസ് കുറ്റക്കാർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ലേ, വലിയ സമരപരിപാടികളുമായി ഞങ്ങളുടെ തലസ്ഥാനത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഇത് ഈ ശിശുക്ഷേമ സമിതി അടിയന്തരമായി അത് പിരിച്ചുവിടണം. ക്രിമിനലുകളുടെ താവളമാണ് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ. അവിടെ നടത്തുന്ന അപ്പോയിന്റ്മെന്റ്സ് മുഴുവൻ എന്തൊരു അപമാനമാണ് ഈ സംസ്ഥാനത്തിന്.